അങ്ങനെ നമ്മൾ വീണ്ടും നല്ല ഫുഡ് തേടി ഇറങ്ങി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന സ്ഥലം ഏകദേശം കറക്റ്റ് പറഞ്ഞു ഇത് മെഡിക്കൽ കോളേജ് റോഡാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനും ഫെഡറൽ ടവറിനും ഏകദേശം ഒരു നടുക്കായിട്ടാണ് നിൽക്കുന്നത്. അത് ആ പാലം കയറി ഇറങ്ങി ഫെഡറൽ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പഴയ വിമാനത്തിന് തൊട്ടടുത്തായിട്ട് അരയിടത്ത് പാലം, സ്ഥലം അതാണ് അരയിടത്ത് പാലം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്ന്. അരയിടത്ത് പാലത്ത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഊണ് കിട്ടുന്ന സ്ഥലമുണ്ട്. അത് തന്നെ കോഴിക്കോടുകാർക്ക് മനസ്സിലായി, ബാക്കിയുള്ളവർക്കും കൂടി പറയുകയാണ് ഞാൻ. അമ്മ മെസ് ഹൗസ്. ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല മീൻ പൊരിച്ചത് എല്ലാം കൂടി കിട്ടി. ഉഗ്രൻ ഊണാണ് ഉച്ചയ്ക്ക്. നല്ല തിരക്കാണ്. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അവിടുത്തെ രുചിയെന്ന്. കാരണം അത്രയ്ക്ക് തിരക്കാണ്. ബാക്കി ഊണിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഊണ് കാലാക്കുന്നതും എല്ലാം ഉള്ളിൽ പോയിട്ട് അറിയാം. ഇന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതിൽ കൂടെയാണ് പോകുന്നുണ്ട്. ഇനി അപ്പുറത്ത് വേറെ വഴി ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചറിയാം. വാ. ഇതിങ്ങനെ നടത്തിക്കരുതിട്ടാ. ഹലോ, ഇതാണ് സനിലാണ് ഇവിടുത്തെ ഇപ്പോൾ ഓൾ ഇൻ ഓൾ ചാർജ് നോക്കി നടത്തുന്നത് അല്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവച്ചത്? കാരണം ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ? അല്ല, ഇത് മാറോഡ് എന്നുള്ള മെയിൻ വഴിയാണ്. കാർ ഇതൊരു വരില്ല. ഇതിലെ കൂടെ വരികയാണെങ്കിൽ ഹിൽ ടോപ്പ് സ്കൂൾ ഉണ്ട്. ഹിൽ ടോപ്പ് സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ള വഴി ഞങ്ങൾ ബോർഡ് ഉണ്ട്. കാർ വരുന്ന വഴി. രണ്ടും കൂടി എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. അത് ആരായിട്ടാ തുടങ്ങിയത്? ഇത് തുടങ്ങിയത് അച്ഛൻ്റെ അനിയനാണ്. ദിവാകരൻ. അത് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു അവിടെ. അത് എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് അത് പൂട്ടി. പിന്നെ എന്ത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് മൂപ്പര് നിൽക്കുന്നത്. അപ്പോഴാണ് ഒരു ഹോട്ടൽ തുടങ്ങാൻ പറ്റും. അങ്ങനെ തുടങ്ങിയതാണ്. ഒരു മെസ്സ്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. തുടങ്ങുമ്പോ കാണാൻ ഈ കാണുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് ആ കാണുന്ന ഭാഗം. അപ്പൊ ഇതാണല്ലോ ആദ്യം. ഇത് തുടങ്ങിയിട്ട് ഇത് വെച്ചാല് കുറെ ബസ് പാർക്ക് ചെയ്യുന്നു അവിടെ. ആ ബസ്സുകാരുടെ കച്ചവടം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. പിന്നെ ബസ്സുകാര് അവിടെ പാർക്കിംഗ് ഇല്ലാതെ അങ്ങനെ കുറെ പുറത്തുനിന്നൊക്കെ കുറെ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറെ മെഡിക്കൽ റെപ്മാർ വരും. ഞാനത് ചോദിക്കായിരിക്കും, ഇങ്ങനെ ഉൾപ്രദേശത്ത് കൊണ്ടുവച്ചിട്ട് ഇത്ര ഡിസ്റ്റൻസിലും, അതായത് അധികം എക്സ്പോസ്ഡ് അല്ല, എന്നിട്ടും എന്തുദ്ദേശത്തിലാണ് ഇത് വിജയിക്കുന്നുള്ള എന്തെങ്കിലും ഉറപ്പുണ്ടായിട്ടാണോ തുടങ്ങിയെന്നുള്ളത്? തുടങ്ങിയെന്ന് വെച്ചാല് കോഴിക്കോട് എന്ന് വെച്ചാല് നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ എവിടെന്നായാലും അവിടെ തേടി വെക്കും. കോഴിക്കോട് മാത്രമല്ല എല്ലാവരും, പക്ഷെ പ്രത്യേകിച്ച് കോഴിക്കോട് മിക്കയിടത്ത് കയറിയാലും നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡ് തന്നെ. അത് വേറൊരു കാര്യമുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ കാറ് വരുമെന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോ കാറ് വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ എന്തെങ്കിലും സൗകര്യം അങ്ങനെ എന്തെങ്കിലും? പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഗ്രൗണ്ടാണ്. ആ കാണുന്നത് അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് സാധാരണ കാർ വെക്കാറ്. അവിടെ വെച്ചിട്ട് ആൾക്കാർ നടന്നു വരും. അപ്പോഴും നടക്കണം കേട്ടോ, നടത്തത്തിനൊരു കുറവുണ്ടാവില്ല. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ചാല് കുറച്ച് നടന്നാൽ മതി. അതെങ്ങനെ എവിടെയും നല്ല ഫുഡ് കിട്ടിയ ആൾക്കാർ എങ്ങനെയായാലും അവിടെ. അത് വേറെ കാര്യമാണ്. ഇതിപ്പോ ശരിക്കും ഒരു വീടാണ്. ഇത് ഞങ്ങളുടെ തറവാടാണ്. അച്ഛനും പാപ്പനാണ് തുടങ്ങിയത്. ഞങ്ങൾ എല്ലാവരും താമസം ഇവിടെ തന്നെയാണ്. കൂട്ടുകുടുംബമായിട്ട് തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ട്. ഇത് എന്നാ തുടങ്ങിയത്? ഏകദേശം ഇതിപ്പോ 15 വർഷത്തിനടുത്തായി കാണും. 15 വർഷത്തിനടുത്തായി കാണും അല്ലേ? അപ്പൊ വേറെ ഒന്നിനും പോലുള്ള സാധനം ഇത് തന്നെ നോക്കി ഇങ്ങനെ മെയിൻ ആയിട്ട് നടക്കുകയാണ്. അത് നല്ല കാര്യം തന്നെ. ഇത് എത്ര പേരുണ്ട് ശരിക്കും ഇപ്പൊ ഇവിടെ? ഞങ്ങള് വീട്ടില് 4-5 പേരുണ്ട്. 5 പേര്. പിന്നെ കുറച്ച് സ്റ്റാഫ് ഉണ്ടാവും. സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ്. അതെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഊണാണ് കേട്ടിട്ടുണ്ട് ഞാൻ. എന്നാലും ഒന്ന് നമ്മളെ ഏറ്റവും സ്പെഷ്യൽ എന്ത് സാധനമാണ്? ഏറ്റവും സ്പെഷ്യൽ എന്ന് വെച്ചാല് മീൻ പൊരിച്ചതാണ് ആളുകൾ ഇവിടെ ചോദിച്ചു വരുന്നത്. അപ്പൊ ചൂടോടെ മീൻ പൊരിച്ചത് അയക്കോറ ഉണ്ടാവും. അയക്കോറ, പിന്നെ സ്രാവ്, അങ്ങനത്തെ വലിയ വലിയ മീനുകൾ എല്ലാം ഉണ്ട്. ഇപ്പൊ ഊണ് മാത്രമേ ഉള്ളൂ? ഊണ് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര കസ്റ്റമേഴ്സ്, നമുക്കായിട്ട് മാത്രം കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് വരുന്നുണ്ട്. എങ്കിൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരത്തേക്ക് ആയിക്കൂടെ? രാവിലെ ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഊണ്, അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതെങ്ങനെയാണ് നോക്കിക്കൂടെ? അത് ഇതന്നെ അങ്ങനെ എന്താ പറയാ, പറ്റണില്ല. അതിന് വേറൊരു കാര്യം, ഇപ്പൊ എന്റെ ബാക്ക് കണ്ടല്ലോ, ഇതൊക്കെ നല്ല വിജയമായി ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉരുണ്ട് പറയാം, എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇപ്പൊ ടൈം ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മൾ വന്നേക്കണേ. ഒരു 1-1:30-2 മണി ആവുമ്പോൾ ഒന്ന് കാണണം ഈ മൈതാനം. എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന്റെ ആളാണ്. പിന്നെ ഇപ്പോ മണ്ഡലമാസമാണ്,
അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി കുറവുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാർ ഈ വ്രതം നോക്കുന്ന പറഞ്ഞാൽ 1-ാം തീയതി തൊട്ട് തന്നെ നോക്കും. ആ ഒരു അനുഷ്ഠാനം മൊത്തത്തിൽ നോക്കി അങ്ങ് പോകും. മീനോ നോൺ വെജ് എവിടെ ഉണ്ടാക്കും ആ വഴിക്ക് കൂടി പോകില്ല അവർ. തീരെ വെക്കാറില്ല. പിന്നെ മീനൊക്കെ വെക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ ആരും അധികം വരികയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തിരക്ക് നോക്കണ്ട, എന്നാലും ഒരു പൂരത്തിലുള്ള ആളുണ്ടാവും, ഒരു പാതി പൂരത്തിലുള്ള ആളുണ്ടാവും. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഇനി കൂടുതൽ കത്തി വയ്ക്കാണ്ട് നമുക്ക് അങ്ങ് അടുക്കളയിലോട്ട് പോവാം അല്ലേ? ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കോഴിക്കോടുകാരും മിക്കവരും അടുപ്പിൽ തന്നെ അതിന്റെ കുട്ടൻസ് ഇത്ര അത് മാറ്റിക്കൂടെ ഒന്ന് ഗ്യാസ് അല്ല, നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. എല്ലാവരും വിറകായാലും തേടി പിടിച്ച് മൊത്തത്തിൽ അടുപ്പിലാണ്. അതൊരു എന്താ പറയാ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിട്ടില്ല. ഗ്യാസിനേക്കാളും ഞങ്ങള് ഇതല്ലേ ശീലിച്ചത്, അടുപ്പിൽ വെച്ചിട്ടാണല്ലോ. അപ്പൊ അതന്നെയാ വരിക. ഗ്യാസിനേക്കാൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് അടുപ്പായിരിക്കും. ശരി, നമ്മൾ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് ബാക്കിയെല്ലാം യൂസ് ചെയ്യണം. പക്ഷെ ഇവിടുത്തുകാർക്ക് കോഴിക്കോടുകാർക്ക് അടുപ്പാണ് എളുപ്പം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ വെള്ളമല്ലേ ഓരോന്നായി. ഇപ്പൊ ഊണ് മാത്രം ഉള്ളതുകൊണ്ട് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഫ്രീ ആവും. അതെ, ഇപ്പൊ പണി ഇങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ളുണ്ട്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ കാലാക്കി ഇപ്പോഴത്തേക്കും? ഇപ്പൊ സാമ്പാറായിട്ടുണ്ട്, സാമ്പാറായി മീൻകറിയായി, റെഡിയാണ്. മീനിതാ പൊരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് പൊരിക്കാം. എന്തായാലും മീൻ ഇത് മീനുണ്ടല്ലേ, മസാല തേച്ച് വെച്ചേക്കാണ്. എന്ത് മീനത്? നമ്മൾ അയക്കൂറ തന്നെ. ഇത് അയക്കോറുണ്ട്, ആഗോലി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, എല്ലാം നല്ല മസാല. നമ്മുടെ സാധാ മസാല, സാധാ മസാല, അതായത് മുളക് പൊടി, മുളക് പൊടി അങ്ങനത്തെ അല്ല, നമ്മുടെ സാധാ മസാല ഇട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഏതിന്റെ മീനിന്റെ ഒപ്പം ഈ കട്ട ഗ്രേവി കൊടുക്കുന്നത്? അത് ഞാൻ കഴിക്കാണ്ട് പോലെ അപ്പോഴേ മനസ്സിലായി. ഇത് അത് പാപ്പന്റെ ഭാര്യയാണ്. പാപ്പന്റെ ഭാര്യയാണ് കുഞ്ഞമ്മ. കുഞ്ഞമ്മ എന്ന് വിളിക്കും. ഇവിടെ എന്താ വിളിക്കുന്നത്? മെയിൻ ഷെഫാണ്, പ്രധാന മെയിൻ ഷെഫാണത്. ഇതെങ്ങനെ നമ്മള് ഇതാക്കുന്നേ? ചെറിയ ഉള്ളി, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി കുറച്ചേ ഇടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയും എടുക്കും. കട്ട ഗ്രേവിയാണ്, ചെറുള്ളിയാണല്ലേ, ലൂസാക്കി തരും. എന്നാലും ഇങ്ങനത്തെ സംഭവം നമ്മൾ ഇതിലൊപ്പം കൊടുക്കണ്ടല്ലേ. എന്തായാലും ഏത് ഗ്രേവിക്ക് ഇതിന് വേണ്ടിട്ടല്ലേ? കാരണം ഓരോന്നിനും ഓരോ സ്ഥലത്തും എന്ത് സെയിം പേര്. ഇപ്പൊ മീൻ ഫ്രൈ ആയാലും എന്തായാലും ഓരോന്നിനും ഉണ്ടാക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും, അവിടുത്തെ കണ്ടന്റും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ മീൻ പൊരിച്ചതിന്റെ ഒപ്പം കൊടുക്കുന്നത് ഇതാണ്, ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നത്.